കിച്ചൻ. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കുസ്ക ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് വെള്ളത്തിലൊന്ന് 30 മിനിറ്റ് കുതിർത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. 2 കപ്പ് എന്ന് പറയുന്നത് ഒരു 400 ഗ്രാം ബസുമതി റൈസ് ആണ്. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. ഇപ്പോൾ വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ ഒരു സവാള, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം. അപ്പോൾ അത് വന്നിട്ട് ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കണം. പിന്നെ ഒരു തക്കാളി. ഇപ്പോൾ വലിയ തക്കാളി കൊണ്ടാണ് ഞാൻ ഒരു തക്കാളി എടുത്തത്. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 തക്കാളി. അപ്പോൾ ഇതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ വയ്ക്കണം. അപ്പോൾ ഇത് രണ്ട് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെറിയ രീതിയിൽ മിക്സിയിലൊന്ന് മസാല അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിരിക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം. അതുപോലെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളക്. ഇപ്പോൾ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരായതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒരു ദിവസം ഇടാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നാൽ ശരി, ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി വെക്കുന്നത് വളരെ സിമ്പിളാണ്. എന്നാൽ ശരി, നമുക്കിനി ബിരിയാണി വെച്ച് തുടങ്ങാം. കുക്കർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതേ അളവിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2 പീസ് കറുവാപ്പട്ട, ഒരു 4 ഗ്രാമ്പു, 2 തക്കോലം, ഒരു 3 ഏലക്ക, ഇത്രയും കൂടി ചേർക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നല്ലതുപോലെ വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു പ്ലെയിൻ ബിരിയാണിയാണിത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ലഞ്ച് ബോക്സിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ സവാള നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറെല്ലാം നല്ലതുപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ടൈമിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകമാണ്, നല്ല ജീരകമല്ല. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ കറുവാപ്പട്ട ഏലക്കൊക്കെ ഇട്ടില്ലേ, അപ്പോൾ തന്നെ ഇടാം. പക്ഷെ അപ്പോഴേ ഇടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴേ ഇത് കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും നല്ലതുപോലെ വഴണ്ടിട്ട് വരണം. നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മല്ലിയിലയും പുതിന പേസ്റ്റും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മല്ലിയില പേസ്റ്റ് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു 30 സെക്കൻഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോഴത്തേക്ക് ഈ പച്ച മണമൊന്ന് മാറി കിട്ടും. ഇതിപ്പോൾ നല്ലതുപോലെ വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ 2 പച്ചമുളക് ചേർത്തതാണ്. അപ്പോൾ ആ എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഗരം മസാലയാണ് നമ്മുടെ ബിരിയാണിയുടെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഗരം മസാലയുടെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടേക്കണം. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത മസാലയുടെയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇടാം. നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
ഇതിപ്പോൾ നമ്മൾ 30 മിനിറ്റ് കുതിർത്ത അരിയായതിൻ്റെ പേരിലാണ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചത്. അങ്ങനെ 3 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. 2 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ പേരിലാണ്. പിന്നെ നമ്മൾ ഇതുപോലെ കുതിർക്കാതെയാണ് ഇടുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വേണം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ, അതായത് നമ്മൾ സാധാരണ ഈ ബിരിയാണി കഴിക്കുമ്പോഴുള്ള ആ ഉപ്പല്ല, അതിനേക്കാളും ഒരു അല്പം കൂടി കൂടുതലായിട്ട് ഉപ്പിടണം. അപ്പോൾ മാത്രമേ ഇത് വെന്തിട്ട് വരുമ്പോഴത്തേക്കും ഈ ബിരിയാണിയിലെല്ലാം നല്ല കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിന് മുന്നേ ഞാനിപ്പോൾ ഒരു 4 മുട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് പ്ലെയിൻ ബിരിയാണി ആയതിൻ്റെ പേരിൽ ഒരു 4 മുട്ട കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ മുട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട കാര്യമേ ഇല്ല. ഇനി ഇത് ഒരു വിസിൽ വരുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കണം. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പോൾ ബിരിയാണി അടുക്കി പിടിക്കുകയും ചെയ്യും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു വിസിൽ നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഒരു വിസിൽ വരട്ടെ. വിസിൽ വന്നതിന് ശേഷം നമ്മളിതിൻ്റെ ആവിയെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ആ ആവിയിൽ ഇരുന്നിട്ട് ഇത് ഒന്നുകൂടി നല്ലതുപോലെ വന്നിട്ട് വെന്തിട്ട് വരും. എന്നാൽ ശരി, നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി നല്ല സൂപ്പറായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സ്പൂൺ കൊണ്ടിട്ട് ഇത് ഇളക്കി കൊടുക്കാം. വലിയ തവിയൊന്നും യൂസ് ചെയ്യരുത്, എങ്കിൽ പിന്നെ ഈ അരിയൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ എപ്പോഴും ചെറിയ സ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ ഈ ബിരിയാണി ഇളക്കി കൊടുക്കാനായിട്ട്. ഒരുപാട് പേർക്കാണെങ്കിൽ പറ്റില്ല, പക്ഷേ ഇത്രയും അരി നമുക്ക് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ബിരിയാണി എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.